പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ 4-ാമത്തെ മാസം 1-ാം തീയതി അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കഴിഞ്ഞ നാൾക്കളിൽ നമ്മളെ ദൈവം നടത്തുന്നതെ ഓർത്തും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്ന് സന്തോഷത്തെ അനുഭവിക്കാനും ദൈവം നമുക്ക് ഒരുക്കിയ വിലയേറപ്പെട്ട ഈ ഭാഗ്യത്തെ ഓർത്ത് തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് കഴിഞ്ഞ 3 മാസം ദൈവം നമ്മളെ അത്ഭുതമായി നടത്തി. അതൊരു സാധാരണമായിട്ടുള്ള കാര്യങ്ങളല്ല. ഏതാണ്ട് 91 ദിവസങ്ങൾ നമ്മളോടുകൂടെ ദൈവം ഇരുന്നു ആശ്ചര്യമായി നടത്തി. 92-ാം ദിവസത്തെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനകത്ത് എത്രയോ പേരുകൾ മരണം വഴിയായി കടന്നുപോയി. അനേകം പല വിപത്തുകൾ, പുതിയ നഷ്ടങ്ങൾ, ഛേദങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മേലെ ചുറ്റി കടന്നു പോയി. എങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്നു. ദൈവം നമ്മളെ കൺമണി പോലെ മറച്ചു. ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു. ഒരാപത്തോ ഒരനർത്ഥമോ ഒന്നും വരാതെ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച് നമ്മളെ ബലപ്പെടുത്തി നടത്തി. നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെ മുന്നേ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ദൈവം നമുക്കൊരു ദോഷവും ചെയ്യാതെ ഇത്രത്തോളം നടത്തി. ഈ 92-ാം ദിവസം അതിരാവിലെ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ആ ദൈവത്തിൻ്റെ മുന്നിൽ 2 മിനിറ്റ് നമുക്കൊന്ന് കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വന്നിരിക്കുന്ന അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവരും അതേപോലെ തന്നെ ലൈവിലൂടെ ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദൈവം ചെയ്ത നന്മകൾക്ക് എപ്പോഴും നന്ദി പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അതില്ല. നന്ദി പറയുന്ന ഒരു അനുഭവം അനേകരുടെ ജീവിതത്തിലില്ല. എത്രമാത്രം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു, അത്രത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദോഷവുമില്ലാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ വലതുകരത്തെ ഉയർത്തി എല്ലാവരും കണ്ണുകളെ മൂടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, യേശുവിനായി 4-ാമത്തെ ദിവസം 1-ാം തീയതി അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാനും എൻ്റെ കുഞ്ഞുങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാനും എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വിലയേറപ്പെട്ട സമയത്തെ ഓർത്ത് തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ലവനും ദൈവം മതിയായവനും ദൈവം വാക്കുമാറാത്തവനുമായിരുന്നു. ഒരപ്പനെ പോലെ ഒരമ്മയെപ്പോലെ ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് അപ്പച്ചി ഞങ്ങളുടെ കൂടെ ഇരുന്നു. സ്വർഗത്തിൻ്റെ കലവറ ഞങ്ങൾക്ക് തുറന്നു തന്നു. ഒരു ദോഷവും തട്ടാതെ നിന്റെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ. കണ്ണിൻ്റെ മണി പോലെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഒരമ്മയെപ്പോലെ ഒരപ്പനെപ്പോലെ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ദൈവമേ, ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ 4-ാമത്തെ മാസം കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ മാസം മുഴുവനും ദൈവത്തിൻ്റെ ദയവുള്ള കരം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. ഞങ്ങളെ നടത്തണം, ഞങ്ങളെ കാത്തു സൂക്ഷിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവൻ കാര്യത്തെ ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. നമുക്ക് ഓരോ മാസവും ദൈവം ഈ വാഗ്ദത്തം നമുക്ക് കൊടുക്കുന്നു. ആ വാഗ്ദത്തം വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ, ആ വാഗ്ദത്തെ വചനത്തെ സത്യമായിട്ടും തൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ചുകൊണ്ട് ആ വചനത്തിലൂടെ ജീവിക്കുന്ന ഓരോ ദൈവ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് നന്നായിട്ടിരിക്കുന്ന നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുവാൻ സാധിക്കും. നമ്മളും അനേകർ അത് അനുഭവിക്കുന്നു, രുചിക്കുന്നു. ആ ദൈവം ഈ 4-ാമത്തെ മാസവും നമുക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഈ മാസം ദൈവം നമുക്ക് വാഗ്ദത്തമായി തരുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യും. ദൈവം ഒരു കാര്യം ചെയ്യാൻ നിർണയിച്ചെങ്കിൽ അതൊരുത്തനെയും കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് ആപത്തുകൾ വരുമ്പോഴും കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴും നമ്മൾ മനുഷ്യനെയാണ് തേടുന്നത്, മനുഷ്യനെയാണ് നോക്കുന്നത്, മനുഷ്യത്തിലാണ് നമ്മൾ സഹായം അന്വേഷിച്ച് പോകുന്നത്. അത് വലിയൊരു ആപത്താണ്. ദൈവം വിളിച്ചു പറയുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തെ വിളിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവത്തെ അപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ദൈവത്തിൻ്റെ കരങ്ങളെ കൊണ്ട് കൊടുക്കുമ്പോൾ അതിശയമായി, അത്ഭുതമായി, ഒരു ദോഷവും തട്ടാതെ നിറവോട് നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അനേക ദൈവങ്ങളുണ്ട്, പക്ഷേ ഈ ദൈവം അങ്ങനല്ല. കൂടെ ഇരിക്കുന്ന ദൈവം, നടത്തുന്ന ദൈവം, കാണുന്ന ദൈവം, നമ്മുടെ ഓരോ ചലനങ്ങളെയും മനസ്സിലാക്കുന്ന ദൈവം. നമുക്കിന്ന് എന്ത് ആവശ്യങ്ങളുണ്ടോ, നമുക്ക് ഏത് ആപത്തുകൾ വരുന്നു, ഏത് അനർത്ഥങ്ങൾ വരുന്നു, സകലതും അറിഞ്ഞ് മനസ്സിലാക്കി അത് നന്നായിട്ട് അറിഞ്ഞ ദൈവം ഒരു ദോഷവും തട്ടാതെ ഈ 92-ാമത്തെ ദിവസം വരയ്ക്കും കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ ഇന്നുമുള്ള നാൾക്കൾ ദൈവം നമ്മളെ നടത്തുവാൻ മതിയാവും. ദൈവം പറയുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം ഉത്തരം കൊടുക്കുകയാണ്, മറുപടി കൊടുക്കുകയാണ്.
ഇന്ന് അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, അനേകർക്ക് ഉത്തരം ലഭിക്കുന്നില്ല, അനേകർ പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? ഒരു കടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരാചാരമായി പ്രാർത്ഥിക്കുന്നു, ഒരു മറ്റുള്ളവരുടെ നിർബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ കാണാൻ വേണ്ടി അങ്ങനല്ല. ദൈവം കാണണം, ദൈവം കേൾക്കണം, ദൈവത്തെ നമ്മൾ നോക്കി പ്രാർത്ഥിക്കണം. അടുത്ത് പറയുന്നത്, നീ അറിയാത്ത മഹത്വമായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, നമ്മുടെ പണം വെച്ചോ, നമ്മുടെ ബലം വെച്ചോ, നമ്മുടെ വിദ്യാഭ്യാസം വെച്ചോ ഒന്നുകൊണ്ട് സാധിക്കാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ ദൈവം നമുക്ക് അറിയിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 4-ാമത്തെ മാസം നിങ്ങൾ ഭ്രമിക്കുന്ന മാതിരി, നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന മാതിരി നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഇതുവരെയ്ക്കും ചെയ്യാത്ത അത്ഭുതങ്ങൾ ചെയ്യും, ഇതുവരെയ്ക്കും നടത്തിയിട്ടില്ലാത്ത അത്ഭുതമായി നടത്തും. നമ്മുടെ ഇന്ത്യയെ നോക്കുമ്പോൾ ഇന്ത്യ ഇന്നേക്ക് ഏത് വിധത്തിലായിരിക്കും നിങ്ങൾ നന്നായിട്ട് അറിയാം. ആർക്കും സന്തോഷമില്ല, സമാധാനമില്ല, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ദൈവം പറയുന്നത്, എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുക, നീ അറിയാത്ത വലിയ കാര്യത്തെ ദൈവം ചെയ്യുമെന്ന് പറയുക. അങ്ങനെ 100% വിശ്വസിക്കുക. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ മാസം വലിയത് പ്രവർത്തിക്കാൻ പോകാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ, ശുശ്രൂഷയുടെ ആവശ്യങ്ങൾ, ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഈ പ്രാർത്ഥന കേട്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ഈ വചനത്തെ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, യെരേമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ദൈവം എനിക്ക് തന്നു എന്നുള്ള മനസാക്ഷിയോടുകൂടി ഏറ്റെടുക്കുന്ന നിങ്ങളെ ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് പശ്ചാത്തലമിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൻ്റെ പല ഭാഗത്തിലിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന രസിക്കുന്ന നിൻ്റെ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ, നീ കർത്താവെ ആശീർവദിക്കണമേ. നിന്റെ അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ വലിയ ശക്തികൾ പൂർണ്ണമായി വെളിപ്പെടുവാൻ നിന്റെ നാമത്തെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ വചനത്തെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും നടന്നിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇതുവരെയ്ക്കും തടസ്സങ്ങളായിരുന്ന കർത്താവെ, ഒരുത്തനെയും കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഞങ്ങളുടെ പരാജയങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയ ആ സ്ഥിതിയുള്ള എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഒരു മാറ്റം തരാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ 1-ാം തീയതി രാവിലെ തൊട്ട് ഈ മാസം മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, പഠിക്കുന്നിടങ്ങൾ, ജോലി ചെയ്യുന്നിടങ്ങൾ, ശുശ്രൂഷിക്കുന്നിടങ്ങൾ, അവർ താമസിക്കുന്ന ഏത് ഭാഗങ്ങളായിക്കൊള്ളട്ടെ, യാത്രയിലായിക്കൊള്ളട്ടെ, എല്ലായിടങ്ങളിലും രാത്രിയും പകലും നിന്റെ കുഞ്ഞുങ്ങൾ നീ കാത്തു സൂക്ഷിക്കണം, ബലപ്പെടുത്തണം എന്ന് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. വയസ്സെന്നവർ ഒത്തിരി പേരുണ്ട്, ബലഹീനമായിരിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരുണ്ട്, പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അനേകരുണ്ട് കർത്താവെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. എല്ലാവരും നീ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ എന്ന് അപ്പച്ചൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 4-ാമത്തെ മാസം ഒത്തിരി അനുഗ്രഹമായി ദൈവം നിങ്ങളെ നടത്തും. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.